ഇപ്പോൾ സമയം 7:30, 26-ാം തീയതി. നാളെയാണ് എമ്പുരാൻ്റെ റിലീസ്. പക്ഷെ ഇപ്പം ഞാൻ നല്ല മുണ്ടൊക്കെ കൊടുത്ത് കറുത്ത ഷർട്ടൊക്കെ ഇട്ട് ഓഫീസിൽ പോകുമ്പോൾ പോലും ബാഗ് കൊണ്ടുപോകാറില്ല. ഇപ്പോൾ പോകുന്നത് എവിടെയാണെന്ന് ചോദിച്ചാൽ സ്റ്റീഫനെ കാണാൻ. സ്റ്റീഫൻ എന്ന് പറയുമ്പം അബ്രാം ഖുറേഷി. ഇപ്പോൾ ലാലേട്ടനും പൃഥ്വിരാജും ടൊവിനോയൊക്കെ എമ്പുരാൻ്റെ പ്രൊമോഷന് വേണ്ടി ബാംഗ്ലൂർ വരുന്നുണ്ട്. അപ്പോൾ നമ്മൾ അവരെ കാണാൻ പോവുകയാണ്. അപ്പോൾ ഇതാ മെട്രോയുടെ അടുത്ത് എത്തിയിരിക്കുകയാണ്. ഇവിടെ നിന്ന് കുറച്ച് ദൂരമുണ്ട്. അത് നമ്മൾ മെട്രോയിലാണ് വന്നത്. കെങ്കേരിയാണ്, നല്ല ദൂരമുണ്ട്. ഇതാ കറുത്ത ഷർട്ടും വെള്ളമുണ്ടും ഇട്ട് മറ്റൊരു സ്റ്റീഫൻ ഇവിടെ നിൽപ്പുണ്ട്. സ്റ്റീഫൻ ഷർട്ടിൽ ചോര. നമ്മുടെ കഴിഞ്ഞ തവണ ലാലേട്ടനെ കാണാൻ പോയ ബ്ലോഗിന് ശേഷം ഹരി വീണ്ടും തിരിച്ചെത്തിയിരിക്കുകയാണ്. നമ്മൾ മെട്രോ ഇറങ്ങി പുറത്തോട്ട് പോവാണ്. മെട്രോ ഇറങ്ങി നേരെ ഓട്ടോ എടുത്ത് പരിപാടി നടക്കുന്ന കോളേജിലോട്ട്. അപ്പം നമ്മൾ വെജിനകത്തേക്ക് പ്രവേശിച്ചുകൊണ്ടിരിക്കുകയാണ്. ടീമിലെ ആൾക്കാർ ഓൾറെഡി ഇവിടെ എത്തിച്ചേർന്നിരിക്കുന്നു. നമ്മുടെ ടീമിലില്ലാത്ത ബൗൺസേഴ്സും ബാക്കി ആൾക്കാരും അകത്തിരിക്കും. നമ്മുടെ ഐറ്റം നമ്മുടെ കിട്ടിയിട്ടുണ്ട്. ലേറ്റ് ആയിരിക്കുകയാണ്. നമ്മൾ അടുത്ത സ്ഥലത്തോട്ട് പോകണം. അടുത്ത സ്ഥലത്താണ് നമ്മുടെ മെയിൻ പരിപാടികൾ. നമ്മൾ പ്രസ് മീറ്റ് നടക്കുന്ന ഒറിയോൺ മോളിൽ എത്തിയിട്ടുണ്ട്. നമ്മുടെ പുറകെ തന്നെ പൃഥ്വിരാജും ലാലേട്ടനും എല്ലാം കാറിൽ വന്നിട്ടുണ്ട്. നമ്മളോട് മുന്നേ പൊക്കോളം പറഞ്ഞു. അത് നമ്മൾ നേരത്തെ വന്നു. ഇതാ നമ്മുടെ ആൾക്കാർ എത്തിയിരിക്കുകയാണ്, താരങ്ങൾ. ഇപ്പോൾ ഡ്രസ്സൊക്കെ മാറി കേട്ടാ. തള്ളു ಮುಂದೆ for a long time. Okay, thank you very much. Our producer ಕೇರಳದಲ್ಲಿ ಡಿಸ್ಟ್ರಿಬ್ಯೂಟ್ ಮಾಡಿದ್ರು. But answer this one question. Who are you really? Lucifer. My favorite is Manju Varya.
ടോവിനോയും എല്ലാവരുടെയും മൂവീസ് കാണാറുണ്ട്. Wait is over. So let me welcome our favorite stars on stage. Ladies and gentlemen, boys and girls, please put your hands together for Mr. Abhimanyu Singh. Sir, I love all your acting, especially Omi. Oh my God. Please be seated, sir. And please put your hands together for the versatile actor, Mr. Tomino Thomas. Now all the ladies make some more noise, of course the boys, for our evergreen Manju Warrior. And the intellectual brain behind the cinema. Please put your hands together for actor, director, producer, the very talented Mr. Prithviraj Sukumaran. And you need to double your energy right now because ladies and gentlemen, please put your hands together for Padma Bhushan Lieutenant Colonel Shri Mohan Lal sir. Please raise and welcome. ഹലോ, ഇവിടെ ഫുൾ മലയാളികളാണോ? മലയാളം അറിയാത്ത ആരെങ്കിലും ഉണ്ടോ? കുഴപ്പമില്ല. അല്ല, എന്നിട്ട് കന്നഡയിൽ സംസാരിക്കാനല്ല. എക്സൈറ്റ്മെന്റും ഒക്കെ അതിന്റെ പീക്കിലെത്തി നിൽക്കുകയാണ്. ഇനി കുറച്ച് മണിക്കൂറുകളേ ഉള്ളൂ നിങ്ങളിലേക്ക് നിങ്ങളുടെ സ്വന്തമാവാനായിട്ട്. എമ്പുരാൻ ഓഫ് ദ സ്ട്രോങ്ങസ്റ്റ് റോൾസ് ഇൻ സച്ച് കൈൻഡ് ഓഫ് ഫിൽംസ് ഇസ് even a bigger blessing. So I was near him on screen. I've been fortunate enough to give few of my best loved performances in his films. Thank you, Lalita, for being who you are and what you are. So as she told, it was a privilege for me to be part of Lucifer and reprising the same role in Empuran. And I got to work with amazing actors, amazing technicians, amazing director, and who all are amazing human beings too. But ഒരു സിനിമയാണ് ലൂസിഫർ. അതിനേക്കാൾ സ്നേഹിക്കപ്പെടുന്ന ഒരു സിനിമയായിട്ട് എമ്പുരാൻ മാറട്ടെ എന്ന് ആശംസിക്കുന്നു, ആഗ്രഹിക്കുന്നു. ഒപ്പം ഇതിലെ ഈ കഥാപാത്രം ഈ രണ്ട് സിനിമകളിലും എന്നെ വിശ്വസിച്ച് ഏൽപ്പിച്ച രാജുവേട്ടോടുള്ള നന്ദി ഞാൻ പറഞ്ഞു കഴിഞ്ഞു. എൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട മുരളിച്ചേട്ടനോടും ഉള്ള നന്ദിയും സ്നേഹവും അവസാനമായിട്ടൊന്ന് പറഞ്ഞാലോ ചേട്ടാ? കൽപ്പിക്കാം. മുണ്ടെടുക്കാൻ അറിയാതെ, മലയാളത്തിൽ സംസാരിക്കാൻ അറിയാതെ PK രാംദാസിന്റെ മകൻ ജതിൻ രാംദാസ് നിങ്ങളുടെ മുമ്പിൽ ഇങ്ങനെ വന്ന് നിൽക്കുന്നു തോന്നുന്നു. മുണ്ടെടുക്കാനും അറിയാം, ആവശ്യം വന്നാൽ അത് മടക്കി കുത്താനും അറിയാം. എനിക്ക് മലയാളത്തിൽ സംസാരിക്കാനും അറിയാം, വേണ്ടി വന്ന നല്ല രണ്ട് തെറി. Prithviraj Sukumaran sir. നമസ്കാരം. ചീത്തപ്പേര് അല്ലെങ്കിൽ ഉള്ളതുകൊണ്ട് ഞാൻ ആദ്യം കുറച്ച് ഇംഗ്ലീഷിൽ സംസാരിക്കാം. മലയാളത്തിൽ പറയാം. Firstly, thank you to all my friends in the Kannada media for being here today. Because you've taken the time off for this last leg of our promotional tour that is winding up in Bangalore. From here, we are going back home. This is a very aspirational project for our industry because this is a film where we have collectively dreamed bigger than ever before, and we have thrown our conviction, efforts, time, and of course money behind this big dream of ours. And come 27th, we hope that this film will achieve something that will open a lot of doors and ways for aspiring filmmakers to dream even bigger from our part of the country. In Kerala, people actually look at me as a brand ambassador of Kannada cinema because I'm Prithviraj Productions, my company, has brought KGF 2, Kantara, Charlie 777, Saptasagara, and even Salar. All these films have been released in Kerala through my company, and films like KGF 2 even today remain one of the most iconic box office successes in Kerala film history, Kerala box office history. So it feels there's a big feel of gratification when today, of all the states in India, Empuran is being released in maximum number of screens in Karnataka. So as we speak,
As we speak, Empuran is going to hit 1,350 plus screens in Karnataka. And all thanks, all my big thanks to dear friend Vijay Karagandur and Hombale Films. Knowing Vijay, I assure you that this is not just something that he would do for me or this film. Truly passionate producers, and I've had a long association with them and Hombale Films. And I have to always, thank him for showing so much faith in me. And I've said this to Malayalam media multiple times. When Lucifer released in 2019, the first production house to reach out to me and say they'd love to do a film that I'm directing is Hombale. And from there on, through films and through distributions and even with films like Salar and of course now going ahead, Kantara Chapter 2, Salar 2, there is KGF 3 and all these things will happen. So thank you so much for the love and affection that you've shown, and I hope on 27th you shower the same love and affection to Empuran, and this film becomes all that we hope it will be. ഒരുപാട് സന്തോഷമുണ്ട്. ഞങ്ങൾക്കൊരു ഈ സിനിമ വലിയ ഒരു പ്രതീക്ഷയോടെ ആന്റിസിപ്പേഷനോടുകൂടി ഇതിനെ വരവേൽക്കുമെന്ന് ഞങ്ങൾക്കൊരു ധാരണ ഉണ്ടായിരുന്നുവെങ്കിലും കഴിഞ്ഞ 4-5 ദിവസങ്ങളായി നടന്നുകൊണ്ടിരിക്കുന്നത് സ്വപ്നത്തിൽ പോലും വിചാരിക്കാത്തതാണ്. കാരണം ഒരു സിനിമയുടെ ബുക്കിംഗ് ഓപ്പണായി 24 മണിക്കൂറിൽ ഇന്ത്യൻ സിനിമാ ചരിത്രത്തിൽ ഏറ്റവും കൂടുതൽ ടിക്കറ്റ് വിറ്റ് പോകുന്ന സിനിമ എന്നൊക്കെ പറയുന്നത് ഒരു മലയാള സിനിമയെ സംബന്ധിച്ചിടത്തോളം ഇങ്ങനെയൊക്കെ സ്വപ്നം കാണാം എന്ന് നമ്മളെ തന്നെ പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ദിവസങ്ങളാണ് കഴിഞ്ഞ കുറച്ച് ദിവസങ്ങൾ. അപ്പൊ അതിൽ ഒരുപാട് സന്തോഷം. വി ആർ ട്രൂലി ഹംബിൾഡ്. നേരത്തെ പറഞ്ഞ പോലെ ഇതൊരു ഇൻഡസ്ട്രി മുഴുവനായി വലിയ സ്വപ്നങ്ങൾ കാണാൻ ഒരുങ്ങുകയാണ് ഈ സിനിമയുടെ റിലീസോടുകൂടി. അപ്പൊ അത്രയും വലിയൊരു ഉത്തരവാദിത്വം എന്നെ ഏൽപ്പിച്ച ലാൽ സാറിനും ശ്രീ ആന്റണി പെരുമ്പാവൂരിനും ഒക്കെ ഞാനൊരു വലിയ നന്ദി പറയാണ്. എന്റെ പ്രാർത്ഥനയും എന്റെ പ്രതീക്ഷയും 27-ാം തീയതി എന്നിൽ അർപ്പിച്ചിരിക്കുന്ന ഈ പ്രതീക്ഷകൾക്കൊത്ത് ഞാൻ ഉയർന്നിരിക്കാം എന്ന എന്റെ പ്രാർത്ഥന മാത്രമേ എന്റെ കൈവശമുള്ളൂ. ഒരാളുടെ പേര് ഞാൻ എടുത്തു പറയേണ്ടത്, മൈ ബ്രദർ, മൈ കോ ക്രിയേറ്റർ, മൈ റൈറ്റർ മുരളി ഗോപി. ഞാൻ സംവിധായകനാകാൻ കാരണം അദ്ദേഹമാണ്. അദ്ദേഹമാണ് എന്നോട് ഒരു തോട്ട് പറഞ്ഞിട്ട് ഇത് രാജു സംവിധാനം ചെയ്യുന്നു എന്ന് ചോദിച്ചത്. ആ ചിന്തയായിരുന്നു ലൂസിഫർ. അവിടെ നിന്ന് തുടങ്ങിയതാണ് എൻ്റെ ഒരു സംവിധായകൻ എന്ന പ്രയാണം. അപ്പൊ ഇന്ന് അദ്ദേഹത്തിന് സുഖമില്ല, അതുകൊണ്ടാണ് നമ്മുടെ അവസാന പ്രൊമോഷൻ ലെഗ്സിലൊന്നും അദ്ദേഹം പങ്കെടുക്കാതിരുന്നത്. ഹി ഈസ് നോട്ട് കീപ്പിംഗ് വെൽ, പനിയൊക്കെ ആയിട്ട് ട്രിവാൻഡ്രത്ത് വീട്ടിലാണ്. അപ്പൊ താങ്ക് യു മുരളി, താങ്ക് യു ഫോർ സ്റ്റാൻഡിങ് ബൈ മീ ഇൻ ദിസ് ഡ്രീം. ആൻഡ് I promise you, I promise all of you that if things go well, Murali and I have dreams that will make this one look small. Yeah, thank you. Thank you very much. Wishing you all a wonderful day. എല്ലാവർക്കും മനോഹരമായ ഒരു ദിവസം ആശംസിക്കാം. Thank you each and everyone for joining this trailer launch. I've been to Bangalore many times. Maybe for the last 50 years I'm traveling. I've done so many films here. I've done a couple of Kannada films. I was very close with Rajkumar sir and his family. Vishnu Vardhan, like Sudeep and so many actors. I don't know, because suddenly those memories. Ambarish. Okay. Anyway, and a big thanks to Hombale Films for bringing this film to Bangalore. Because we used to watch Kannada films in Kerala, dubbing films. I have seen so many films of Vishnu Vardhan, Rajkumar sir in Malayalam. That time they used to dub in Malayalam, but dubbing was not that good. But definitely we used to watch. But there was a time where we can also bring our film to Kannada, so we started dubbing our film, and thanks to the Kannada industry for letting us to bring our film. And this is a beautiful fraternity, and we have to exchange our ideas and views. So we are bringing out a film which is a major film in our film career. You cannot call it as a sequel of a film, sequel of Lucifer, because we created the universe or world, whatever you call. It's like a novel, and that novel, you cannot make it in one film. So we have created 3 films,
this is the second chapter of the first film. And we have one more film. It all depends upon the success of this film. Because Lucifer was a big hit, so we created this film. And if you want to create the third one, this should be a massive hit. And luckily, this film, unbelievable response from the audience all over the world. They are waiting to receive this film. That kind of acceptance is happening. So thank you each and everyone for considering and for believing us. ഈ സിനിമയെ പറ്റി പറയുകയാണെങ്കിൽ ഞങ്ങളുടെ ജീവിതത്തിലെ ഏറ്റവും വലിയൊരു സിനിമയാണ്, ഏറ്റവും വലിയൊരു നിമിഷമാണ്. ആൻഡ് ഐ എം സോ ഹാപ്പി ദാറ്റ് കന്നഡ ഫിലിം ഇൻഡസ്ട്രി ഒരുപാട് സഹായം ഞങ്ങൾക്ക് ചെയ്യുന്നു. ഇതിൻ്റെ ഡിസ്ട്രിബ്യൂഷൻ ആയാലും അതിൻ്റെ എത്രയോ തിയേറ്ററുകളാണ് ഞങ്ങൾക്ക് തന്നിരിക്കുന്നത്. സെയിം തിങ്, നിങ്ങളുടെ സിനിമയും അതുപോലെ അത്രയും ഹൃദയത്തിലേറ്റിട്ടാണ് ഞങ്ങളും ചെയ്യുന്നതെന്ന് മനസ്സിലാക്കണം. ലൈക്ക് പ്രതീഷ് said, he is the main key person to distribute big films in Kannada. Kannada film industry, of course, great films, വലിയ ഫിലിംസ് ഉണ്ടെങ്കിലും ഇൻ്റർനാഷണലി അറിയപ്പെടാൻ തുടങ്ങിയത് KGF, കണ്ടാറ മുതലുള്ള അങ്ങനത്തെ സിനിമകൾ വഴിയാണ്. സെയിം തിങ് ഈസ് ഗോയിങ് ടു ഹാപ്പൻ ഇൻ അവർ ഇൻഡസ്ട്രി ഓൾസോ, ഇൻ മലയാളം ഓൾസോ. മലയാളം ഇൻഡസ്ട്രി പറയുമ്പോൾ ലൈക്ക് പീപ്പിൾ ലൈക്ക് ദൃശ്യം, ഷീ സെഡ്, then she started watching Lucifer. Like first പേര് ഇതായി മാറട്ടെ, ലൂസിഫർ. ഓ, ഐ ഹാവ് സീൻ ലൂസിഫർ. ബിക്കോസ് ലൂസിഫർ എന്ന് പറയുന്ന ഒരു സിനിമയുടെ ഇമ്പാക്റ്റ് ഇസ് സോ ഗ്രേറ്റ്. അത് കഴിഞ്ഞിട്ടാണ് എമ്പുരാൻ ഉണ്ടാകുന്നത്. സോ എമ്പുരാൻ ഒരു മലയാള സിനിമയെ ഏറ്റവും വലിയ ഒരു ഇൻ്റർനാഷണൽ ലെവലിൽ എത്തിക്കാൻ സാധിക്കുന്ന ഒരു സിനിമയായി മാറട്ടെ. അതിനു വേണ്ടിയിട്ടാണ് ഞങ്ങൾ എല്ലാവരും ശ്രമിച്ചത്. ഒരു പ്രത്യേക ഏതാണ്ട് 2 years he gave up everything and he was working on this. സിനിമ നിർത്തി, ബാക്കി എല്ലാ കാര്യങ്ങളും നിർത്തിയിട്ട് he was hunting for locations and he is one director is very prompt with what he needs. He should get it, then only he'll shoot. അതൊരു കംപ്ലൈൻ്റ് അല്ലേ, ഒരു കോംപ്ലിമെൻ്റ് ആണ്. And it will show on the film. Even he started from, even for a Bro Daddy എന്നുള്ള ചെറിയ സിനിമയ്ക്ക് പോലും the magic he created is unbelievable. That is the charm of the director. So we all trust in him. Definitely, സോറി, അടുത്ത പടം ബോംബെയിലേക്ക് ചെയ്യുന്നതിൽ സന്തോഷമുണ്ട്. പക്ഷെ ഞങ്ങൾക്ക് ഇടയ്ക്കൊരു ഫിലിം കാര്യം ഇപ്പം നോക്കിക്കോളൂ, ഇനി കുറച്ച് കഴിഞ്ഞാൽ ഇതിനെ കാണാൻ പറ്റും. പക്ഷേ ഇന്ത്യയിൽ നിന്ന് തന്നെ പുറത്തു പോയിട്ട് എല്ലാവർക്കും എൻ്റെ ഹൃദയത്തിൻ്റെ ഭാഷയിൽ നന്ദി പറയുന്നു. വീണ്ടും വീണ്ടും നമുക്ക് കാണാൻ അവസരങ്ങൾ ഉണ്ടാകട്ടെ. ആൻഡ് ഇതൊരു ബ്യൂട്ടിഫുൾ എക്സ്ചേഞ്ച് ഓഫ് കൾച്ചറും സിനിമയും ആർട്ടും ഒക്കെ ആയി മാറട്ടെ. അടുത്ത സിനിമ ഇതുപോലെ നിങ്ങൾ കാണണം. നിങ്ങളുടെ സിനിമയെ ഞങ്ങൾ കാണും. നിങ്ങൾ എന്നുള്ള വ്യത്യാസമില്ലാതെ വി ഓൾ വർക്ക് ഫോർ ദ ബ്യൂട്ടിഫുൾ ഫ്രറ്റേണിറ്റി കോൾഡ് സിനിമ. താങ്ക് യു സോ മച്ച്. എളുപ്പം ബിക്കോസ് വി ഹാവ് ടു ക്യാച്ച് എ ഫ്ലൈറ്റ്. സോറി, ദിസ് എ ലാസ്റ്റ് മിനിറ്റ്. But what do you think, what made Kannadigas love Lucifer, and what can Kannadigas expect from Watch it tomorrow. That is expectation. I don't know. Yeah, please, because we don't know about the expectation. Correct. Nothing called Kannadiga expectation, Malayala expectation. Correct. Expectation of the film. We have done something good. Just watch it. Sir, Sir, here. Yeah. It's been a decade that you have been collaborated with Kannada film industry. It's like, I think, 2015, Maitri film has been released. So when can we expect your return to Sandalwood? Can we expect to Volume. Kandara 2? Yes. I have no idea. Please ask them to put me into Kandara 2. I'll also speak. Give me a role. So what I'm not a bad actor, I think. ಪೃಥ್ವಿ ಸರ್, ಅನುಷ್ ಅವರೇ ಈ ಕಡೆ Please, sir. ಟ್ರಾನ್ಸ್ಲೇಟ್ ಮಾಡಿ. ಮಾಡ್ತೀನಿ. ಸರ್, ಲೂಸಿಫರ್ ನೋಡಿದಾಗ ಆ ಸಿನಿಮಾದ ಕತೆ ಬಂದು ರಾಜನೀತಿ ಮತ್ತೆ ಈ ಒಂದು ಆಂಗಲ್ ಅಲ್ಲಿ ಹೋಗಿತ್ತು, ಒಂದು ಎಮೋಷನ್ಸ್ ಸಂಬಂಧಗಳ ಮೇಲೆ ಇಡೀ ಕತೆ. ಬಟ್ ಸೀಕ್ವೆಲ್ ಅಂತ ಬಂದಾಗ ಇಡೀ ವಿಶ್ವಕ್ಕೆ ತಗೊಂಡು ಹೋಗ್ತೀರಾ. ಅಲ್ಲಿ ನೋಡಿದಾಗ ಬೇರೆ ಬೇರೆ ರಾಷ್ಟ್ರಗಳಿರುತ್ತೆ. ಸೊ ಯಾವ ರೀತಿ ಈ ಕತೆ ಬರೆಯುವಾಗ ಎಷ್ಟು ಚಾಲೆಂಜ್ ಆಯ್ತು ನಿಮಗೆ ಅಂತ? All that is still there in the sequel also. There is Kerala, there is Kerala politics, there is drama, there is relationships and all that. But in Lucifer, I showed you the world within which Stephen Nedumballi exists. In the second part, I'm going to show you the world within which Qureshi Abraham will exist. And I also have to tell you that if you have to understand the entire character arc of this dual personality character called Stephen Nedumballi, aka Qureshi Abraham, you will have to see the third part also.
because it's a story arc that actually travels 3 films. So I don't want to finish the story in part 2. I've always dreamt of being able to make this franchise a 3-film franchise, and that's why more than anything else, I want this film to work so that I can do the third part. Prithvi sir. Okay. Prithvi sir. അന്ന് തന്നെ പോയി. കാരണം ഇന്ന് 6 മണിക്ക് കൊച്ചിയിൽ ഫംഗ്ഷൻ ഉണ്ട്. അപ്പോൾ ഇവർക്ക് ഫ്ലൈറ്റ് പിടിക്കാനുള്ളതുകൊണ്ട് അവരെല്ലാവരും പോയി. അധികം സമയമൊന്നും കിട്ടിയില്ല. നമുക്ക് ഫോട്ടോ എടുക്കാനോ പരിപാടികളൊന്നും വീട്ടിൽ സാരമില്ല. പക്ഷെ നമ്മൾ അടുത്ത് കണ്ടു, പരിപാടി കളറായി. എന്തായാലും വന്നത് വെറുതെ ആയില്ല. അപ്പം ഇനി നമുക്ക് നാളെ ഫാൻ ഷോയ്ക്ക് കാണാം.